സ്ലോട്ടർ ഹൗസുകൾ 2 ടൈപ്പ് ഉണ്ട്. അത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഉള്ള സ്ലോട്ടർ ഹൗസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക? അബറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ. ഇനി നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഇപ്പോൾ ഈ വർക്കിംഗ് ഹോഴ്സസ് ഒക്കെ പോലെയുള്ള ഹോഴ്സസിനെ സ്ലോട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടർ ഹൗസുകളാണെങ്കിൽ അതിനെ നമ്മൾ നാക്കേഴ്സ് യാർഡ് അല്ലെങ്കിൽ നാക്കറീസ് എന്ന് പറയും. KNACKERIES, നാക്കറീസ്. ഓക്കെ. ഇനി ഒരു ടേമാണ് CMP. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലീൻ മീറ്റ് പ്രൊഡക്ഷൻ ഏരിയ. സ്ലോട്ടർ ഹൗസുകളെ തന്നെ നമുക്ക് പറയാം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്ലോട്ടർ ഹൗസുകൾ കേരളത്തിൽ എത്ര സ്ലോട്ടർ ഹൗസുകളുണ്ട്? 74 സ്ലോട്ടർ ഹൗസുകളുണ്ട്. അതിൽ 59 ഫങ്ഷണൽ ആണ്, 13 നോൺ ഫങ്ഷണൽ ആണ്, അതുപോലെ തന്നെ 2 അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇനി ഏത് റൂള് അല്ലെങ്കിൽ ഏത് ആക്ട് പ്രകാരമാണ് നമ്മൾ ഈ സ്ലോട്ടറിംഗ് ഒക്കെ ചെയ്യുന്നത്? പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960. ഇനി അതിൻ്റെ സെക്ഷൻ 38 പ്രകാരം ഒരു റൂൾ ഉണ്ട്. ആ റൂളിൻ്റെ റൂൾ എന്ന് വെച്ചാൽ അത് കുറെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അതിൻ്റെ വർഷം 2001 ആണ്. അതായത് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് റൂൾ 2001. അത് പ്രകാരമാണ് സ്ലോട്ടറിംഗ് നമ്മൾ നടത്തുക. ഇനി വേറെ ഒരു റൂൾ ഉണ്ട്, കേരള പഞ്ചായത്ത് രാജ് സ്ലോട്ടർ ഹൗസ് ആൻഡ് മീറ്റ് സ്റ്റോൾസ് റൂൾ. അതായത് പഞ്ചായത്ത് രാജിന്റെ മീറ്റ് ഹൗസിനെ കുറിച്ചും അല്ലെങ്കിൽ സ്ലോട്ടർ ഹൗസിനെ കുറിച്ചും ഈ മീറ്റ് സ്റ്റോൾസിനെ കുറിച്ചും ഉള്ളൊരു റൂളാണ്. അത് പ്രകാരം പിഗിനെ സ്ലോട്ടർ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഒരു സ്ലോട്ടർ ഹൗസ് വേണം. ആ സ്ലോട്ടർ ഹൗസും നമ്മുടെ ഓർഡിനറി സ്ലോട്ടർ ഹൗസും തമ്മിൽ നല്ല ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു 10 മീറ്ററെങ്കിലും ഡിസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് അബറ്റേഴ്സ്. ഓണേഴ്സിനെ ബേസ് ചെയ്ത് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ലോക്കൽ ഗവൺമെൻറ് അതോറിറ്റിയുടെ, പിന്നെ അതുപോലെ തന്നെ കോപ്പറേറ്റീവിൻ്റെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആളുകൾ ഓൺ ചെയ്യുന്നത്. ഇനി സൈസ് വെച്ചിട്ടാണെങ്കിൽ സ്മോൾ, മീഡിയം, ലാർജ്. സ്മോളിൽ എത്ര ലൈഫ് സ്റ്റോക്കിനെ നമുക്ക് ഒരു ഇയറിൽ ചെയ്യാൻ പറ്റും? 30,000 പെർ ഇയർ. മീഡിയം ആണെങ്കിൽ 50,000 ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഒരു ടൈപ്സിനെ കുറിച്ചും അബറ്റേഴ്സിനെ കുറിച്ചും പറഞ്ഞ്. ഇനി ഇവരുടെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം അത് നോക്കാം നമുക്ക്. ഓക്കെ. ലൊക്കേഷൻ ആൻഡ് സൈറ്റ് എങ്ങനെയായിരിക്കണം? നമ്മൾ ഈ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മറ്റേ ഫോറൻസിക് ഒക്കെ വന്നില്ലേ, അതിലൊക്കെ ഈ സാധാരണ കിഡ്നാപ്പേഴ്സ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ഈ കില്ലിംഗ് ഒക്കെ നടത്തുന്ന ഇതുപോലത്തെ സ്ലോട്ടർ ഹൗസ് ഒഴിഞ്ഞ ഏരിയയിലൊക്കെ ആയിരിക്കും. ഇത് എവിടെയായിരിക്കും ഉണ്ടാവുക? എന്തായാലും ടൗൺ ഏരിയയിലോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തോ ആയിരിക്കില്ല. എവിടെയായിരിക്കും? കുറച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത്, അധികം ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലത്ത് ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ സ്ലോട്ടർ ഹൗസുകൾ ഉണ്ടാവുക. അപ്പം അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്വെല്ലിംഗ് ഏരിയയിൽ നിന്നും മാറിയായിരിക്കണം, റിലീജിയസ് സെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാറിയായിരിക്കണം, സ്കൂള്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അതുപോലെയുള്ള സ്ഥലത്ത് നിന്നൊക്കെ കുറച്ച് നീങ്ങിയായിരിക്കണം സ്ലോട്ടർ ഹൗസുകൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. പിന്നെയോ ഈ ഫ്ലഡിങ് ഏരിയയിലൊന്നും സ്ലോട്ടർ ഹൗസ് വെക്കരുത്. അതായത് കോമൺലി പെട്ടെന്ന് ഫ്ലഡ് അഫക്റ്റ് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ എന്ത് പറ്റും? ഓരോ ഫ്ലഡിലും ഈ കാറ്റിൽസും നഷ്ടപ്പെടും, അതുപോലെ തന്നെ അവരുടെ വേസ്റ്റ് ഇതൊക്കെ ഉണ്ടല്ലോ അത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുകയും ചെയ്യും. പിന്നെ പറയുന്നത് എയർപോർട്ട് പോലെയുള്ള സ്ഥലത്തിൻ്റെ അടുത്തൊന്നും സ്ലോട്ടർ ഹൗസുകൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ അടുത്ത ഓരോ ബിൽഡിങ്ങുകളുണ്ടല്ലോ, ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ അടുത്തേക്ക് ഒരു 100 മീറ്റർ മാറിയായിരിക്കണം. അതായത് ഒരു സ്ലോട്ടർ ഹൗസിൽ നിന്നും വേറൊരു ബിൽഡിങ്ങിലേക്ക് മിനിമം 100 മീറ്റർ ദൂരമെങ്കിലും ഉണ്ടാവണം. ഇനി പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ ഒരു 20 മീറ്റർ ദൂരെയാണ് പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ചെയ്യാനൊക്കെ പാടുള്ളൂ. ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 40 ഡേയ്സ് സ്പെഷ്യൽ ക്രാഷ് കോഴ്സിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു നൽകുന്നു. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് പ്ലസ് ഇഫക്റ്റീവ് ഷോർട്ട് സ്റ്റഡി നോട്ട്സും. ജോയിൻ ചെയ്യുന്നവർക്ക് ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നു. ടു ജോയിൻ പ്ലീസ് കോൾ ഓർ വാട്സ്ആപ്പ് ഇൻ ദിസ് നമ്പർ 9895 48 3999.